ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഒരു വൺ ഡേ ട്രിപ്പിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വീട്ടിൽ നിന്നും രാവിലെ 5:30 ഇറങ്ങി കോട്ടയം ജില്ലയിലെ 4 സുന്ദരമായ ഇടങ്ങളിലേക്കാണ് യാത്ര. ഫസ്റ്റ് തന്നെ പോയത് കടുപ്പുഴ വാട്ടർഫാള്. അവിടുത്തെ നല്ലൊരു കുളിക്ക് ശേഷം ഒരു ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ച് ഞങ്ങൾ നേരെ ഇല്ലിക്കൽ കല്ലിലേക്ക് പോയി. ഇല്ലിക്കൽ കല്ലിൻ്റെ അവിടെയുള്ള ക്ലൈമറ്റ് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ 2 ചായയും 2 പഴംപൊരിയൊക്കെ കഴിച്ച് അവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് ഉച്ചയോടെ ഞങ്ങൾ കട്ടിക്കയം വാട്ടർഫാളിലേക്ക് യാത്ര തിരിച്ചു. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് കട്ടിക്കയം വാട്ടർഫാൾ. ഒരു 4 കിലോമീറ്ററോ അത്രയും കണ്ടുള്ളൂ അവിടെ നിന്ന്. എന്താ പറയണേ, ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു മഴ. ആ മഴയെല്ലാം കൊണ്ട് കട്ടിക്കയം വാട്ടർഫാളിൽ കുളിച്ച് ഒരു അരമണിക്കൂറിന് മേലെ അവിടെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടാകണം. പിന്നെ ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നത് ഭൂമിയിലെ തന്നെ സുന്ദരമായൊരിടമാണ് ഇലവിഴപ്പൂഞ്ചിറ. ഇലവിഴപ്പൂഞ്ചിറയിൽ ഞാൻ എപ്പോൾ പോയിട്ടുണ്ടെങ്കിലും നല്ല ക്ലൈമറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ തവണത്തെ ക്ലൈമറ്റ് ഞാൻ സ്വപ്നം കാണാത്തൊരു ക്ലൈമറ്റായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ അധികം കോടയില്ല, വെയിലില്ല, ഈവനിങ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയം. പക്ഷേ ഇതൊന്നുമല്ല അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഞാൻ കയറി അതിൻ്റെ ടോപ്പ് എത്തുമ്പോൾ നല്ലൊരു കോട പെയ്തിറങ്ങുക അങ്ങോട്ട്. അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. സന്തോഷം കൊണ്ട് മനസ്സും എന്താ പറയുക, നമ്മളുടെ മനസ്സ് നിറഞ്ഞിട്ട് നമ്മൾ ഡാൻസൊക്കെ ചെയ്യില്ലേ, പാട്ടൊക്കെ കേട്ട്, ആ ഒരു സിറ്റുവേഷൻ. ആഹാ, താഴ്വാരം ഒരു തുള്ളി പോലും കാണാൻ പറ്റണ്ടായില്ല. പിന്നെ ഈ കോട ഒരു 10 മിനിറ്റുകൾക്ക് ശേഷം അത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് താഴ്വാരത്തെ കാഴ്ചകൾ വ്യക്തമാകുന്നത്. അതിങ്ങനെ റിപ്പീറ്റ് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ ഇലവിഴപ്പൂഞ്ചിറയിൽ നിന്നും പോരുവാന്ന് തോന്നുന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു, പാട്ടുകൾ കേട്ടു, ഡാൻസ് കളിച്ചു. എന്താ പറയുക, ഞാൻ മുമ്പ് വന്നപ്പോൾ എടുത്തേക്കണ മാതിരിയുള്ളൊരു വീഡിയോ റീക്രിയേറ്റൊക്കെ ചെയ്തെടുത്ത് അങ്ങനെ സുന്ദരമായ നിമിഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരു 7 മണിയോടുകൂടി അവിടെ നിന്നും തിരിച്ചു. പിന്നെ വീട്ടിലേക്ക് ഉള്ള യാത്രയായിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ ട്രിപ്പിനായിട്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ബൈക്കിൽ ഇത്തിരി എണ്ണ അടിക്കുക, രാവിലെ ഫുഡ് കഴിക്കണം, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം, വൈകിട്ട് ഫുഡ് കഴിക്കണം, അത്രേ ഉള്ളൂ. വേറെ ചിലവുകളൊന്നും അധികം വരുന്നില്ല. അപ്പോൾ ഈ ട്രിപ്പ് നിങ്ങൾക്ക് അത്യാവശ്യം പോയി നോക്കാവുന്നതാണ്. വളരെ സന്തോഷമായിരിക്കും. പോയി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നും കൂടി പറയും.